ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിൽ നിന്നും മോശം അനുഭവം ഉണ്ടായ കൂട്ടത്തിൽ ഒരു എഴുത്തുകാരിയും. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിൽ നിന്നുമുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എഴുത്തുകാരി എം.എ. ഷഹനാസ്. പൊതുപരിപാടിയിൽ മദ്യപിച്ച് ലക്ക് കേട്ട് തന്റെ അടുത്തിരുന്ന രഞ്ജിത്ത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് എന്ന് ഷഹനാസ് പറയുന്നു. രഞ്ജിത്തിന് എതിരായ നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു ഷഹനാസിന്റെ പ്രതികരണം വന്നത്. കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു രഞ്ജിത്തിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നത് എന്ന് ഇവർ പറയുന്നു. പരിപാടിയിൽ താൻ മുഖ്യ അതിഥിയായിരുന്നു. അന്ന് മദ്യപിച്ച് ലെക്ക് കെട്ടാണ് രഞ്ജിത്ത് തന്റെ അടുത്തിരുന്നത്. വലിയ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയത്. ഇതേക്കുറിച്ച് പിന്നീട് താൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നുവെന്നും അവർ പറയുന്നു. വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് രഞ്ജിത്ത്. വി.ആർ. സുധീഷിനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് ഇതിന് ഉദാഹരണമാണ്. കഴിഞ്ഞ ദിവസം പ്രമുഖ നടി നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്നും രഞ്ജിത്തും ഒരു വേട്ടക്കാരനാണ് എന്ന് വ്യക്തമായി. അതുകൊണ്ടാണ് വേട്ടക്കാർക്കൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. എന്നിട്ടും നമ്മുടെ സാംസ്കാരിക മന്ത്രി പറയുന്നത് രഞ്ജിത്ത് പ്രഗത്ഭനാണ് എന്നാണ്. അദ്ദേഹം ഒരു സംവിധായകൻ മാത്രമല്ല, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയാണ്. അദ്ദേഹമാണ് നടിയെ ഇവിടെ എത്തിച്ച് മദ്യപിക്കാൻ പ്രേരിപ്പിക്കുകയും ശരീരഭാഗങ്ങളിൽ തൊടുകയും ചെയ്തത്. പിറ്റേന്ന് സിനിമയിൽ അഭിനയിക്കാതെ അവർ തിരികെ പോയി. എന്നിട്ടാണ് മന്ത്രി പറയുന്നത് അവർ പരാതി നൽകട്ടെ എന്ന്. ഇത് കേൾക്കുമ്പോൾ ലജ്ജയാണ് തോന്നുന്നത് എന്നും ഷഹനാസ് പറഞ്ഞു. മറ്റൊന്നുകൂടി ഷഹനാസ് പറഞ്ഞത്, അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള മഹാരഥന്മാർ ഇരുന്ന സ്ഥാനത്താണ് രഞ്ജിത്ത് ഇപ്പോൾ ഉള്ളത്. അല്പമെങ്കിലും ബഹുമാനം അവരോട് തോന്നുകയാണ് എങ്കിൽ പദവി രാജിവെച്ച് ഇറങ്ങിപ്പോകണം എന്നാണ്. ഇനി ജഗതി ശ്രീകുമാറിനെ കുറിച്ചുകൂടി ഒരു അഭിപ്രായം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ്. ജഗതി ശ്രീകുമാർ നയൻതാരയെ ഒരവസരത്തിൽ ആക്ഷേപിച്ചതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. തമിഴിലെ ആദ്യകാലത്ത് ഗ്ലാമറസ് വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന താരത്തിന് ഏറെ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു എന്നത് വാസ്തവമാണ്. അക്കാലത്ത് നയൻസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചവരുടെ കൂട്ടത്തിൽ മലയാളികളുടെ പ്രിയ നടൻ ജഗതി ശ്രീകുമാറും ഉണ്ടായിരുന്നു. ഒരു കോളേജ് പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം മോഹൻലാലിനെ മമ്മൂട്ടിയെ പറ്റിയും ജഗതി അഭിപ്രായം പറഞ്ഞു. രണ്ടുപേരെയും വാനോളം പുകഴ്ത്തി. തുടർന്ന് നയൻതാരയെ കുറിച്ച് നടത്തിയ ഒരു അഭിപ്രായം ഇപ്പോൾ വൈറലാവുകയാണ്. ഒരു സുന്ദരി ജീവിക്കാൻ വേണ്ടി സിനിമയിൽ വന്നു. കേരളത്തിലാണെങ്കിൽ സാരി ഉടുക്കും, കേരളം വിട്ടാൽ അടിവസ്ത്രമിടും എന്നായിരുന്നു ജഗതിയുടെ മറുപടി. അന്ന് വേദിയിലുള്ളവരെല്ലാം പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. പലപ്പോഴും പൊതുവേദികളിൽ ജഗതി പരിധി വിട്ട് സംസാരിച്ചിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പോലും പറഞ്ഞിരുന്നത്. ഒരിക്കൽ പൊതുവേദിയിൽ അവതാരക രഞ്ജിനി ഹരിദാസിനെ അധിക്ഷേപിച്ച് ജഗതി സംസാരിക്കുകയുണ്ടായി. ഒരു റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലേക്ക് മുഖ്യാതിഥിയായി എത്തിയപ്പോഴായിരുന്നു ജഗതി ശ്രീകുമാർ വേദിയിൽ വെച്ച് രഞ്ജിനിയെ അപമാനിച്ച് സംസാരിച്ചത്. തന്നെ ആക്ഷേപിച്ചതിൽ വിമർശനം അറിയിച്ചുകൊണ്ട് രഞ്ജിനി ഹരിദാസ് അന്ന് ജഗതിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. കുറച്ചു കാലം മുൻപ് ഒരു സൂപ്പർ ഹിറ്റ് നായിക മേക്കപ്പ് ഇട്ടിരുന്നിട്ടും സീനിലേക്ക് വിളിക്കുന്നില്ല. 3 ദിവസം അങ്ങനെ കടന്നുപോയപ്പോൾ കാര്യം പിടികിട്ടി. അന്ന് സിനിമ ഭരിച്ചിരുന്ന തമ്പുരാന് നായികയെ സൗകര്യത്തിന് കിട്ടാത്തതായിരുന്നു കാരണം. സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി എത്തുന്ന പെൺകുട്ടികളിൽ ചിലരെങ്കിലും ബയോഡേറ്റയ്ക്കൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് എന്ന് സംവിധായകനെയോ മറ്റുള്ളവരെയോ അറിയിക്കാറുണ്ട്. അവർ സഹകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. അതിനപ്പുറത്ത് അഭിമാനവും ധാർമ്മികതയും ഒക്കെ മുറുകെ പിടിച്ചെത്തുന്നവരെ നിർബന്ധിക്കുകയോ ട്രാപ്പിൽപ്പെടുത്തുകയോ ചെയ്യുമ്പോഴാണ് പ്രശ്നമാകുന്നത് അത്രേ. സൗന്ദര്യമുണ്ട്, അഭിനയിക്കാൻ അറിയാം, അല്പമൊക്കെ വിട്ടുവീഴ്ച ചെയ്താൽ പണം, പ്രശസ്തി എന്നിവ തേടിയെത്തും എന്ന വിശ്വാസത്തിൽ ഇപ്പോഴും രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തുന്നവരുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടന്മാരെ കുറിച്ചും സംവിധായകന്മാരെ കുറിച്ചും ഒക്കെ ഉയർന്നു തുടങ്ങുമ്പോൾ പലരും പൊതുജനം പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്, അതുകൊണ്ട് വലിയ ഞെട്ടലൊന്നും ഞങ്ങൾക്ക് ഇല്ല. ന്യൂസ് ഡെസ്ക് കർമാൻസ്.